ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഷിരൂർ രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായി തൻ്റെ ഡ്രൈവറെ നഷ്ടപ്പെട്ട് മണ്ണിടിച്ചിൽ കാണാതായപ്പോൾ ഏകദേശം 70 ദിവസത്തോളം ഊണും ഉറക്കവും ഒന്നുമില്ലാതെ ആ പുഴയുടെ തീരത്ത് കണ്ണും നട്ട് കാത്തിരുന്ന ആ മനുഷ്യനെ ആരും തന്നെ അത്ര പെട്ടെന്ന് മറക്കാൻ സാധ്യതയില്ല. ആ മനാഫ്ക ഇപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. കാരണം വയനാട് കൽപ്പറ്റയിൽപ്പെട്ട ഒരു സ്ത്രീ താനും തൻ്റെ മൂന്ന് പിള്ളേരും 2 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും അടങ്ങുന്ന തങ്ങളുടെ കുടുംബം ഒരു ആത്മഹത്യയുടെ വക്കിലാണ് എന്നും സാർ എന്തായാലും ഇവിടെ വന്നൊന്ന് നോക്കണമെന്നും തങ്ങൾക്ക് വേറെ ഒരു രക്ഷയില്ല എന്നും വീടിൻ്റെ വാടക കൊടുക്കാതെ മാസങ്ങളായി എന്നും വളരെ വേദനയോടെ ഒരു സ്ത്രീ വേണമെങ്കിൽ ഞാൻ കാലി പിടിക്കാമെന്നും ഞങ്ങളുടെ MLA ഒക്കെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് ഒരുപാടായി വരാമെന്ന് പറയുകയല്ലാതെ അവരാരും തങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നും തങ്ങൾ മരിച്ചതിന് ശേഷമായിരിക്കും അവർ ഇവിടെ വന്ന് ഞങ്ങളെ നോക്കുക, ഫോട്ടോ എടുക്കാനായിരിക്കും എന്ന് വരെ പറയുന്ന ഒരവസ്ഥയിലേക്ക് ഒരു വീട്ടമ്മ അത്രയും എന്താ പറയുക സങ്കടത്തിൻ്റെ കുയിൽ അകപ്പെട്ടത് കൊണ്ടായിരിക്കാം ആ വീട്ടമ്മ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ. ആ വീട്ടമ്മയുടെ വാക്കുകൾ ആദ്യമായി നമുക്കൊന്ന്. ഞാൻ വയനാടാണ് താമസിക്കുന്നത്, വയനാട് കൽപ്പറ്റ എന്ന് വെച്ചാൽ ഞാനും എൻ്റെ 3 പിള്ളേരും ഉള്ളു. മൂത്ത 2 പെൺകൊച്ച്, ഇളയ ആൺകൊച്ച്. പ്രായമാകാത്ത പെൺപിള്ളേരാണ് എന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, വാടകയ്ക്കാണ്. നമുക്ക് സ്വന്തമായിട്ടൊരു വീടില്ല, വാടക കൊടുക്കാൻ നിവൃത്തിയില്ല. എന്ന് വെച്ചാൽ മേപ്പാടിയിൽ നിന്ന് ഉരുൾപൊട്ടി താമസിക്കുന്ന ശ്രുതി എന്ന് പറഞ്ഞാൽ അവരൊക്കെയാണ് ഞങ്ങൾക്ക് അരിയൊക്കെ തന്ന് സഹായിക്കുന്നത്. അതേ അവസ്ഥയിൽ ഞങ്ങൾ നിൽക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, എൻ്റെ 3 പിള്ളേരെ കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഞങ്ങളൊന്ന് സഹായിക്കാൻ. ഞങ്ങളെല്ലാവരെയും വിളിക്കുന്നുണ്ട്, ഇവിടുത്തെ MLAനെ സഹിതം ഞാൻ വിളിക്കുന്നുണ്ട്. MLA വരാമെന്ന് പറയുന്നതല്ലാണ്ട് ഇനി ഇവരൊക്കെ വരുന്നത് ഞങ്ങൾ എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അവർ ക്യാമറയൊക്കെ ആയിട്ട് വരുന്നത്. എനിക്ക് പിള്ളേരുടെ കൂടെ ഒന്ന് ജീവിക്കണം, അതുകൊണ്ട് മാത്രം ഞാനിങ്ങനെ സഹായം ചോദിക്കുന്നതാണ്. നിങ്ങളിവിടെ ഒന്ന് വന്ന് നോക്കിയാൽ തന്നെ അറിയാം ഞങ്ങളുടെ അവസ്ഥ. ഞാൻ 12 വർഷമായി ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നു. ഇതുവരെ ഞാൻ ആരോടും ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഇതേ അവസ്ഥ ഇതേ മാതിരിയായിട്ടാണ്. ഇപ്പം എനിക്ക് ജോലിയില്ല, ഒന്നും ഇല്ലാത്തൊരവസ്ഥ. ഞാൻ വീട്ടു ജോലിക്ക് പോയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം വീട്ടു ജോലിയില്ല, ഒന്നുമില്ല. സാറൊന്ന് പറയണേ, ഞാൻ കാല് പിടിക്കാം. എൻ്റെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് എന്നെ ഇങ്ങനെ സഹായിക്കേണ്ടത്. നിങ്ങൾ വന്ന് നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ എനിക്കൊന്ന് ചെയ്തു തന്നാൽ മതി. ഞാൻ ഒരുപാട് പേരെ വിളിച്ചിട്ട് അവസാനം ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ കണ്ടിട്ട് എൻ്റെ കൊച്ചു പറഞ്ഞു, അമ്മ ഈ മാമനെ വിളിക്കാം നമുക്ക് എന്നും പറഞ്ഞ് എനിക്ക് ഇതെടുത്ത് തന്നത്. അങ്ങനെ ഞങ്ങൾ വിളിക്കുന്നത്. അവസാനം ഒരു ദൈവമായിട്ട് ഞങ്ങളെ മുന്നിൽ എത്തിച്ചതാവും, അതുകൊണ്ടാണ്. അപ്പോൾ മനാഫ്ക പറയുകയാണ്, ആ മോൻ വിളിച്ചപ്പോൾ എനിക്ക് അത് തട്ടിമാറ്റി പോകാൻ വേണ്ടി സാധിച്ചില്ല എന്നും ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ കേൾക്കുമ്പോഴാണ് ഇത് നിർത്തിപ്പോകാൻ വേണ്ടി അതിൻ്റെ മനസ്സ് തന്നെ അനുവദിക്കാത്തതെന്നും മനാഫ്ക പറയുകയാണ്. അതിനുശേഷം മനാഫ്ക പറയുക, അദ്ദേഹം ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരിക്കലും ഒരു കുടുംബവും ഒരു അമ്മയും കളവ് പറയില്ലല്ലോ, അതുകൊണ്ട് തീർച്ചയായും ഞാൻ ഇപ്പോൾ തന്നെ അവിടത്തേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിലുള്ള പൈസ എടുത്ത് കുറച്ച് സാധനങ്ങൾ, വീട്ടു സാധനങ്ങളുമായിക്കൊണ്ട് മനാഫ്ക ആ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അമ്മ വേദനയോടെ അമ്മ പറയുകയാണ്, മോനെ ഇരിക്കാൻ വേണ്ടി എടുത്തു തരാൻ ഒരു കസാല പോലും ഈ വീട്ടിൽ ഇല്ലല്ലോ എന്ന് വളരെ വേദനയോടെ അമ്മ പറയുന്നു. അപ്പോൾ മനാഫ്ക പറയും, അതൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനാഫ്ക വീടിനകത്തേക്ക് കയറി ആ കുട്ടികളെ എന്തായിരുന്നു സ്കൂൾ പോകാത്തതെന്ന് ചോദിക്കുമ്പോൾ കണ്ണ് നനഞ്ഞുകൊണ്ട് ആ അമ്മ പറയുകയാണ്, തൻ്റെ മക്കൾക്ക് സ്കൂളിലേക്ക് ഉച്ചയ്ക്ക് കൊടുത്തുവിടാൻ ലഞ്ച് ബോക്സിൽ എന്തെങ്കിലും ഒന്ന് വേണ്ടേ, അത് ഇല്ലാത്തത് കൊണ്ട്, ചുരുക്കി പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാനില്ലാത്തത് കൊണ്ടാണ് തൻ്റെ മക്കൾ ഇന്ന് സ്കൂൾ പോകാത്തത് എന്ന് പറയുന്ന കേരളത്തിലെ ഒരു അമ്മയുടെ വേദന അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവൂ. മനാഫ്ക ആ വീട്ടിലെത്തിയപ്പോഴുള്ള അവസ്ഥ നിങ്ങൾക്കൊന്ന്. ആ കുട്ടീനോട് സഹായം ചോദിച്ചപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് പിന്മാറി പോകാൻ കഴിയാത്തത്. ഞാൻ എന്താ പറയുക, ഇതിൽ തുടർന്ന് പോകരുതെന്ന് വിചാരിക്കുന്ന ആളായിരുന്നു. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഓരോന്ന് കേൾക്കുമ്പോൾ മനസ്സിന് ഭയങ്കര വിഷമമാണ്. അപ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ച് ഇപ്പം തന്നെ അവരെ പോയി കാണുക. അവർക്ക് എന്താ ആവശ്യമുള്ളത്, ഭക്ഷണം ആവശ്യമുള്ളത്, വേറെ കൂടുതലൊന്നുമല്ല. അപ്പം ആവശ്യം ഉണ്ടായതുകൊണ്ടായിരിക്കും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ആരും ഒരു കള്ളത്തരം പറയില്ല. വണ്ടി പോവോ? ഞാൻ കാണാൻ ഒത്തിരി ആഗ്രഹിച്ച ഒരാളാണ്. എൻ്റെ പിള്ളേരെപ്പോഴും പറയാം മാമനെ കാണണമെന്ന്. എൻ്റെ പേരാ മനാഫ്. എനിക്കറിയാം, ഇരിക്കാൻ കസാരയൊന്നും ഇല്ല. ഒറ്റ മിനിറ്റ്, ഞാൻ കുറച്ച് ഭക്ഷണ സാധനം കൊണ്ടുവന്നിക്കണേ. ഇതിൻ്റെ സുഹൃത്തുക്കളാ ഇവിടെ.
ആ ആ ഓക്കെ ആ ചിക്കൻ കോല കുറേ ചിക്കൻ കൂട്ടിയിട്ടുണ്ടാവും, കുറേ അതിൻ്റെ ആവും. മക്കളല്ലേ? ആ ഹാ ഹാ ആ കുഴപ്പമില്ല. വരി. നിങ്ങൾ ശരിക്കും എവിടെ ഉള്ള? ഇടുക്കിയ? എന്തിന് ആത്മഹത്യയാണ് ഇത്? നമ്മളൊക്കെ അല്ലേ? നമ്മളൊക്കെ ഉണ്ട്, പക്ഷെ അന്നേരം ഒന്നും നമ്മളിങ്ങനെ കാണുന്നില്ല ആരുമായിട്ട്. ഇപ്പൊ ഇവരെ പഠിപ്പിക്കാനോ ഒരു ജോലി ഒന്നും ഇല്ല. വീട്ടില് വാടക കൊടുക്കണം. പഠിക്കുന്നില്ലേ? ഇപ്പൊ പഠിക്കുന്നുണ്ട്. ഇന്ന് പോയില്ല, ഇന്ന് ഭക്ഷണമൊന്നും ഉണ്ടായില്ല. സ്കൂളിൽ ഭക്ഷണം കൊടുത്തു. മറ്റേ ശ്രുതി ഇല്ലേ, അവരാണ് അരിയൊക്കെ നമുക്ക് തരുന്നത്. പായസം ഞാൻ നിങ്ങളെ ഫോൺ നമ്പർ എത്ര? 8075831791. പേര് ഷഹൽ. ഇവിടെ എഴുതി വെച്ചിക്കണേ കേട്ടോ. ഷഹൽ യൂട്യൂബിൽ ഇങ്ങനെ നോക്കാം. അങ്ങനെയാണ് നമ്പർ എടുത്തത് കൊച്ച്. യൂട്യൂബിൽ നോക്കി. എന്താണ് നിങ്ങൾ അങ്ങനെയൊക്കെ പ്രയാസപ്പെടും ഇവിടെ? നിങ്ങൾക്ക് റേഷൻ കാർഡ് അങ്ങനെ ഒന്നും തന്നെ? ഇവിടെ ആരാ പഞ്ചായത്ത്? അപ്പോൾ മനാഫ്ക ചെയ്തത് നിങ്ങൾ കണ്ടു കാണും. മനാഫ്ക ഒരു പെണ്ണെടുത്തുകൊണ്ട് അവരുടെ ഗ്രൂപ്പിൽപ്പെട്ട ഒരാളുടെ നമ്പർ ആ ചുമരുമിൽ കുറിച്ച് വെക്കുകയാണ്. ഇനി ഒരിക്കലും നിങ്ങൾ ആത്മഹത്യയെക്കുറിച്ചോ അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തെക്കുറിച്ചോ വീടിൻ്റെ വാടകയെക്കുറിച്ചോ ഒന്നും നിങ്ങൾ വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല എന്നും, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് മനാഫ്ക ഒരു പെണ്ണെടുത്തുകൊണ്ട് ഒരു നമ്പർ ആ ചുമരിൻ്റെ മുകളിൽ എഴുതി ആ സഹോദരിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ കേരളത്തിലെ ഒരു അവസ്ഥ നിങ്ങൾ കാണണം. ഒരു അമ്മയും 3 കുട്ടികളും ഒരു ആത്മഹത്യയുടെ വക്കിലാണ്. നമ്മൾ ഒരുപാട് സമ്പന്നരും അതുപോലെ തന്നെ ഒരുപാട് കാറും ജീപ്പും ബൈക്കും എല്ലാമുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിൽ നിന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. പാവപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ പൈസക്കാരെങ്കിലും നമ്മുടെ ചുറ്റുമുള്ള അയൽവാസികൾ അവർ പട്ടിണി കിടക്കുന്നുണ്ടോ, അതല്ല അവിടുത്തെ കുട്ടികൾ പഠിക്കുന്നുണ്ടോ എന്നെല്ലാം നമ്മളൊന്ന് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെങ്കിലും നമ്മളൊന്ന് ചെക്ക് ചെയ്താൽ തീർച്ചയായിട്ടും ഇതുപോലത്തെ കുടുംബങ്ങൾ ഇനിയും ഒട്ടനവധി സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വരാനുള്ള മാനക്കേട് കൊണ്ടും മറ്റും മനപ്രയാസം കൊണ്ടും മറ്റും ഒരിക്കലും മുന്നിൽ വന്ന് അഭിപ്രായം പറയാത്ത ഒരുപാട് കുടുംബങ്ങളുണ്ടാകും. ഈ സഹോദരി അവരുടെ ഏറ്റവും അവസാനത്തെ ഒരു അത്താണി അതും നഷ്ടപ്പെട്ടു പോയതിന് ശേഷമാണ് ഏകദേശം 12 വർഷമായി ആ സ്ത്രീ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. മറ്റ് അയൽവക്കത്തുള്ള മറ്റ് വീടുകളിലും മറ്റും പോയി വേല ചെയ്താണ് ഈ കുടുംബം പോറ്റിക്കൊണ്ട് ഇരുന്നത്. ഈ കൊറോണ വന്നതിന് ശേഷം അതുപോലെ തന്നെ കൽപ്പറ്റയിൽ വയനാട്ടിൽ ഈ പ്രകൃതിക്ഷോഭം മറ്റും ഉണ്ടായതിന് ശേഷമുള്ള ഒരു പണിയൊക്കെ നഷ്ടപ്പെട്ടു പോവുകയും അതുപോലെ തന്നെ ഈ കുടുംബം പട്ടിണിയിലേക്കായി പോവുകയുമായി ഉണ്ടായത്. അതിനുശേഷമാണ് ഈ സ്ത്രീ ഗതികെട്ടിട്ടാണ് അദ്ദേഹം അവസാനം മനാഫ്കായെ വിളിക്കുന്നത്. MLA വിളിച്ചിട്ടും ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചിട്ടൊന്നും ഒന്നും ചെയ്ത് കൊടുക്കുന്നില്ല. അതും നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തണം. കാരണം ഒരു പാവപ്പെട്ടൻ്റെ വിളിക്കൊന്നും നമ്മുടെ സർക്കാരോ നമ്മുടെ MLA ഒന്നും യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ആ സ്ത്രീ പറഞ്ഞ വാക്കുകൾ. ഞങ്ങളെല്ലാം മരിച്ചിട്ടായിരിക്കും അവർ ക്യാമറയുമായിട്ട് വരുന്നത്, അതുകൊണ്ട് കാര്യമില്ലല്ലോ എന്നാണ് അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് നമ്മളെ അടുത്ത അയൽവാസികളെങ്കിലും പട്ടിണി കിടക്കുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത്തരം കുടുംബങ്ങളെ സഹായിക്കുന്നതിലൂടെ നമ്മൾ ഒരു സൽക്കർമ്മത്തിന് ഒരു നല്ലൊരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ തീർച്ചയായിട്ടും നമുക്ക് ഭാവിയിൽ അല്ലെങ്കിൽ മരണപ്പെട്ട് കഴിഞ്ഞാലും നമുക്കത് നമ്മളെ മതത്തിൻ്റെ പ്രകാരമാണെങ്കിൽ ഖബർ ജീവിതം പടച്ചവൻ വളരെ വിശാലമാക്കി തരുന്നതായിരിക്കും. അതുപോലെ തന്നെ മറ്റു മതസ്ഥരായാലും അവർക്കും അവരുടെ പ്രവൃത്തികളിലും അതുപോലെ തന്നെ അവരുടെ ഭാവി ജീവിതത്തിലും ഒരുപാട് സുഖങ്ങൾ ദൈവം തരുമെന്നുള്ളൊരു വിശ്വാസത്തിലെങ്കിലും നിങ്ങൾ നല്ല എന്തെങ്കിലും ഒരു പ്രവൃത്തി ഇത്തരം കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നാണ് പറയാനുള്ളത്. മനാഫ്കാക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നടത്തി
ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്താനുള്ള ഒരു തൗഫീക്ക് പഠിച്ച തമ്പുരാൻ മനാഫ്ക്കാക്ക് കൊടുക്കട്ടെ. ഒരു ഇക്കാരണവശാലും മനാഫ്ക്ക പറയുന്നത് പോലെ ഇത്തരം പ്രവർത്തനങ്ങൾ നിർത്തി പുറകോട്ട് പോകരുത് എന്ന് മാത്രമാണ് നമുക്ക് അദ്ദേഹത്തിനോട് അഭ്യർത്ഥിക്കാൻ വേണ്ടിയുള്ളത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരം കുടുംബങ്ങളെ സഹായിക്കുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.